വാട്സ്ആപ്പ് ഗീസ് ബോക്സ് നാസിമാണ്. പുതിയ SIR ലിസ്റ്റ് വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മാത്രം ഏകദേശം 23,71,012 ആളുകളാണ് വോട്ടർ ലിസ്റ്റിൽ നിന്നും വെളിയിലായിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേരുണ്ടോ, എന്തുകൊണ്ടാണ് ഇവരുടെ പേരുകൾ ഈ ഒരു SIR ലിസ്റ്റിൽ നിന്നും പോയത്, SIR ലിസ്റ്റിലെ ഇതേവരെ ഇനി പേര് ആകാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ എങ്ങനെ ഇത് ആഡ് ചെയ്യാം, നിങ്ങളുടെ പേര് ഈ ഒരു SIR ലിസ്റ്റിലുണ്ടോ, ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പുതിയ SIRന്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം ഈ ഒരു 23 ലക്ഷം ആളുകളാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ പുറത്താകാൻ കാരണം, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവും വരുന്നില്ല. ഇതിൽ നിന്നും പോയ ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു വർഷങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പേര് ഈ ഒരു SIR ലിസ്റ്റിൽ നിന്നും റിമൂവ് ആക്കിയിട്ടുണ്ട്. കാരണം ഇനി മരണപ്പെട്ടു പോയ ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ലിസ്റ്റ് ഈ ഒരു ഇത്തവണ SIR പുതുക്കിയ ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ, ഒരു നാട്ടില് ഒരുപാട് നാളായിട്ട് വന്ന് താമസിച്ചതിന് ശേഷം അവിടെ ചില ആളുകൾക്ക് വോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എങ്കിൽ ആ ഒരു ആളുകൾ പിന്നീട് ഈ ഒരു സ്ഥലത്ത് നിന്നും മാറി വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് വോട്ട് ചെയ്യാൻ ഇത്രയും ദൂരം ഒന്നും വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ SIR ലിസ്റ്റ് പുതുക്കിയപ്പോൾ ആ ഒരു പേരുള്ള ആളുകളും റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡബിൾ ഫോം. ചില ആളുകൾക്ക് SIR ഫോം നൽകിയ ആ ഒരു സമയത്ത് 2 ഫോമുകൾ ഓൾറെഡി നമുക്ക് 2 ഫോം തരുന്നുണ്ട്. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ 2 ഫോമും കൂടി ചില ആളുകൾക്ക് ആഡായി വന്നിട്ടുണ്ട്. ഡബിളിംഗ്, ഫോം ഡബിളിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ഫോം നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട BLO അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്ന ആളെ റിമൂവ് ചെയ്തിട്ടുണ്ട്. SIR ലിസ്റ്റിലും അതേപോലെ തന്നെ റിമൂവ് ചെയ്യപ്പെട്ട ആ ഒരു ലിസ്റ്റിലും ഇത്തരത്തില് ഫോം ഡബിളിംഗ് വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തില് നിങ്ങളുടെ പേര് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തില് ഈ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന SIR ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ഒന്നും SIR ലിസ്റ്റിൽ നിന്നും പോയിട്ടില്ല. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, വന്ന് താമസിച്ചതിന് ശേഷം സ്ഥലം മാറിപ്പോയിരിക്കുന്ന ആളുകൾ, ദെൻ ഫോം ഡബിളിംഗ്, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പോൾ ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ഇത്തവണ പുതുക്കിയ ഈ ഒരു SIR ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ മൊബൈൽ വഴി നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് സ്ക്രീനിലൂടെ നോക്കാം. പുതിയ SIR ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ആ ഒരു ലിങ്ക് വഴി കയറി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് എപ്പിക് നമ്പർ, നിങ്ങളുടെ വോട്ടേഴ്സ് IDയുടെ നമ്പർ വെച്ച് നോക്കാം. അതേപോലെ തന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര് വെച്ച് നോക്കാം. പിന്നെ മൊബൈൽ നമ്പർ വഴി നോക്കാം. പക്ഷേ മൊബൈൽ നമ്പർ വഴി ഞാൻ നോക്കി, അതിപ്പോൾ നിലവിൽ വർക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിക് നമ്പർ വെച്ചാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ തൊട്ട് താഴെ കാണുന്ന സെലക്ട് ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മലയാളം ചെയ്യാം, കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങളുടെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട് അടുത്തായിട്ട്, വോട്ടേഴ്സ് IDയുടെ നമ്പർ. ഈ ഒരു വോട്ടേഴ്സ് IDയുടെ നമ്പർ പ്രോപ്പറായിട്ട് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സംസ്ഥാനം എന്ന് ചോദിക്കുന്നുണ്ട്. കേരളമാണ്, കേരള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ വരുന്ന ആ ഒരു കോഡ്, ക്യാച്ച കോഡ് പ്രോപ്പറായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സെർച്ച് എന്നുള്ള ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ സെർച്ച് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു പേര് അല്ലെങ്കിൽ നിങ്ങൾ SIR ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രോപ്പറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഡീറ്റെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പുതിയ SIR ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേര് SIR ലിസ്റ്റിൽ അപ്ഡേറ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. സപ്പോസ് ഇനി നിങ്ങളുടെ പേര് ഈ ഒരു SIR ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേരെടുത്ത് മാറ്റിയിരിക്കുന്നതല്ല, ഫൈനലൈസ് ചെയ്തിട്ടുള്ള SIR ലിസ്റ്റ് വരാൻ പോകുന്നത് ഫെബ്രുവരി മാസം 26 കൂടിയാണ്. ഈ ഒരു ഫെബ്രുവരി മാസം 26 തീയതിയാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള SIR ലിസ്റ്റ് വരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഉറപ്പായിട്ടും നോക്കി കൺഫർമേഷൻ ചെയ്യണം. ചിലപ്പോൾ 2025
18 വയസ്സാകാൻ പോകുന്ന ആളുകൾ കാണും. ഈ ഒരു SIR ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് 18 വയസ്സാകാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അത്തരത്തില് 18 വയസ്സാകാത്ത ആളുകളാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വന്നിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഫോം 6 എന്നുള്ള ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് SIR ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ള ആ ഒരു അവസരവും ഫെബ്രുവരി മാസം വരെയാണ്, ഫെബ്രുവരി 26 വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാത്ത ആളുകളാണെങ്കിലും ഈ ഒരു കാലാവധിക്കുള്ളിൽ ഫോം 6 ഫില്ല് ചെയ്തതിനു ശേഷം അക്ഷയ സെന്ററിൽ പോകുക. ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റിൽ വരുന്നതാണ്, SIR ലിസ്റ്റിലും വരുന്നതാണ്. അപ്പോൾ ആരും തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ല വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.